ഹലോ വെൽക്കം ടു നിതീസ് വേൾഡ്. കുറേ നാളായിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇത്തിരി വെയിലുള്ള ദിവസമാണ്. ആക്ച്വലി എനിക്കത് പറയാൻ തന്നെ പേടിയാണ് കേട്ടോ. ഞാൻ ഏത് വ്ളോഗിൽ അത് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഒരാഴ്ച കണ്ടിന്യൂസ് മഴയായിരിക്കും. മഴ ആയത് കാരണം തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ലോങ് വീഡിയോസ് ഒന്നും വരാതിരുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് വെയിലാണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. കാരണം നമ്മൾ ക്ലീനിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കോമ്പൗണ്ട് ക്ലീനിങ്ങിന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ കോമ്പൗണ്ട് ഞാനാണ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്, എത്ര ടൈം എടുത്ത് കുറച്ച് കുറച്ചായിട്ടാണ് ഓരോ ദിവസം ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിന് മെയിനായിട്ട് വേണ്ടുന്നൊരു കാര്യം, ഒരു കട്ടർ വാങ്ങിച്ച് വെക്കാൻ കേട്ടോ. കോഴിക്കുട്ടന്മാർ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വഴി വന്നതുകൊണ്ട്. ഒരു കട്ടർ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് കാട് വള്ളി അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഗ്ലൗസ് ഞാൻ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഈ താഴെയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരുപാട് വള്ളികളുടെയൊക്കെ കഷ്ണങ്ങളുണ്ട്. അപ്പോൾ തണുപ്പിന് വേണ്ടിയിട്ട് വല്ല ബൈറ്റ്സും അതിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതിനോട് ബൈറ്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ആ ഗ്ലൗവിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗ്ലൗ യൂസ് ചെയ്തത്. ഇത് കമ്പൽസറി ഒന്നുമല്ല, ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ കരിയിലകളില്ലേ, ഏത് മരത്തിനാണെങ്കിലും ഫ്രഷായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ഉണങ്ങി കൊടുക്കുന്ന ഇലകളൊക്കെ അതിൻ്റെ മേലെ തന്നെ കിടന്ന് ദ്രവിച്ച് അതിൻ്റെ ആ പോർഷനിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നമ്മൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ അത് വളരെ നീറ്റായിട്ട് നിൽക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ആ ഒരു ഗ്രീനി ലുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. ഈ ഒരു പോർഷനിൽ നമുക്കിവിടെ കിണർ അടുത്തുണ്ട്. ഞാനിത് നടന്ന സമയത്ത് ഈ വാഴയൊക്കെ ഞാൻ നട്ടതാണ് കേട്ടോ, പ്രൗഡ്ലി. പക്ഷെ നടുന്ന സമയത്ത് കുഞ്ഞു കന്നുകളാണല്ലോ, അപ്പം നമ്മളത് കിണറിൻ്റെ മേലേക്ക് വരാതിരിക്കാൻ ചെറിയൊരു ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വളർന്ന് വലുതായപ്പം എൻ്റെ കാൽക്കുലേഷനും ബിയോണ്ടായി അതിൻ്റെ വളർച്ച. പക്ഷെ കുഴപ്പമില്ല, നമുക്കതിൻ്റെ കിണറിലേക്ക് വരുന്ന ഇലകൾ മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം, ബാക്കിയുള്ളതൊക്കെ നമുക്ക് അതുപോലെ വെക്കാം. ഒരുപാട് നാൾ മഴയൊക്കെ ആയത് കാരണം നമ്മൾ ഈ ഒരു ക്ലീനിങ് പരിപാടി ഒന്നും നിന്നിട്ടില്ല. അവിടെ ഇവിടെയും കംപ്ലീറ്റ്ലി നമ്മുടെ പുല്ല് മുളച്ച് കിടക്കുന്നുണ്ട്, വേസ്റ്റുകൾ വീണ് കിടക്കുന്നുണ്ട്, കരിയിലകൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ കിണറിൻ്റെ അടുത്തൊക്കെ മുളച്ച് വരുന്നതൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ കെട്ടിക്കൊടുക്കാനുള്ളതിന് കെട്ടിക്കൊടുക്കുക, കുത്ത് കൊടുക്കാനുള്ളതിന് അങ്ങനെ നമ്മൾ മടലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുക. ഈ വാഴയ്ക്ക് കൊല വന്നിട്ടുണ്ട് കേട്ടോ. ഈ കൊല വന്നത് ഞാനാണ് ഇവിടെ ഏറ്റവും ലാസ്റ്റ് കാണുന്നത്. ആക്ച്വലി ഇതിൻ്റെ സൈഡിലൂടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇപ്പം ഇലകൾക്ക് വല്ലാത്ത പ്രശ്നമില്ലാത്തതുകൊണ്ട് വാഴയുടെ ഇലയുടെ മേലേക്ക് എൻ്റെ നോട്ടം കുറവാണ് കേട്ടോ. പിന്നെ ഒരു സമയത്ത് നീം ഓയിൽ വരെ ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും കഥയുണ്ട്. ഒരു 3-4 വർഷം മുന്നത്തെ ഒരു വിഷുവിന് നമുക്ക് ഒരു വാഴ പോലും ഉണ്ടായിരുന്നില്ല ഇല പറിക്കാൻ. ആ സമയത്ത് പാളയത്ത് പോയിട്ടാണ് ഞാൻ ഇല വാങ്ങിയത് വിഷുവിന്. അന്ന് വിഷുവിൻ്റെ ഒരു ദിവസം മുന്നേ ആയിരുന്നു. അന്ന് ഭയങ്കര വിലയായിരുന്നു. 10 രൂപയ്ക്കാണ് ഞാൻ വാഴയില വാങ്ങിയത്. അതെനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടമാണ് കേട്ടോ. വാഴയിലൊക്കെ നമ്മളങ്ങനെ 5 വാഴയില 50 രൂപ കൊടുത്ത് വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്നെ തൊട്ട് മനസ്സിലാക്കിയതാണ് ഞാൻ ഈ ഒരു വാഴയുടെ വില. അതുകൊണ്ട് തന്നെ വാഴയുടെ കുല കിട്ടിയില്ലെങ്കിലും ഇല കിട്ടണം എന്നുള്ള പർപ്പസ്ഫുള്ളി തന്നെയാണ് ഞാൻ വാഴ നോക്കുന്നതും. പക്ഷേ ഇത്തവണ നമ്മൾ ഞെട്ടിങ്ങൊടിച്ചും കൊണ്ട് ഒരു അടിപൊളി കൊല ഉണ്ടായി വരുന്നുണ്ട്. ഇതിന് മുന്നേ 2 കൊല നമുക്ക് വാഴയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രണ്ടും നമുക്ക് പറിക്കാൻ പറ്റിയില്ല. അതിനെന്തോ ഒരു കറുപ്പ് പ്രാണികളൊക്കെ വന്നിട്ട് ഫുൾ ഓട്ടയാക്കിയിട്ടൊക്കെ പ്രശ്നമൊക്കെ വന്നു. പിന്നെ ഇപ്പം നിപ്പ ഓരോരോ ഇൻഫെക്ഷൻസ് ഉള്ളതുകൊണ്ട് പിന്നെ അതിന് റിസ്ക് എടുക്കാനൊന്നും പോയില്ല. 2 കൊലയും വെട്ടാനും പറിക്കാനും പോയില്ല. കാരണം അത് മൂത്തിട്ടുണ്ടായിരുന്നില്ല, മൂക്കുന്നതിന് മുന്നേ തന്നെ പ്രശ്നമായി. പിന്നെ ഇത് നമ്മൾ അത്യാവശ്യം ഒരു കെയർ ചെയ്യുന്നൊരു ഏരിയ ആണ്. കാരണം നമ്മുടെ ഒരു കൺവെട്ടത്തിൻ്റെ ഉള്ളതാണല്ലോ. ആ 2 കൊലയുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മുടെ പ്ലാവിൻ്റെ ഒക്കെ സൈഡിലായിരുന്നു. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇത്ര ശ്രദ്ധിച്ചില്ല. മഴയായിരുന്നു ഭയങ്കരമായിട്ട്. ഈ ഒരു ടൈം മഴ കഴിഞ്ഞാലാണ് കേട്ടോ കാര്യമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റാറുള്ളത്. മോർണിംഗ് കുറച്ച് സമയമേ ചെയ്യുള്ളൂ. ഒരുപാട് സമയം ചെയ്യാൻ നമുക്ക് വേറെയും വർക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്രയും സ്റ്റാമിന ഇല്ല കേട്ടോ. പക്ഷെ ഡെയിലി കുറേശ്ശെ ആകുമ്പോൾ നമുക്കതൊരു എക്സസൈസും ആവും, ഒരു റിലാക്സേഷനും ആവും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഈ ഒരു സൈഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ക്ലീനിങ്. പിന്നെ അടുത്ത സൈഡൊക്കെ ഇനി വരുന്ന പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ആയിട്ട് ഒരുപാട് നിങ്ങളെ കാണിക്കാനുണ്ട് വ്ളോഗ്. നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആ പാർട്ടുകളൊക്കെ അങ്ങ് കട്ട് ചെയ്യാം. പക്ഷേ സ്പീഡിൽ ഞാൻ അടിച്ചടിച്ച് പോയിട്ടോ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ തന്നെ ഒരു ഏരിയയുടെ തന്നെ ലുക്ക്. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഞാൻ കാണിച്ചിട്ട് മേലെ ആൾതാമസം ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാട് കയറുന്നത്. ആ ഒരു പറമ്പിൻ്റെ മേലെ ഫുള്ള് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. പക്ഷെ അത് കാട് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഏരിയ കംപ്ലീറ്റ്ലി വൃത്തിയാക്കി സൂക്ഷിക്കണം. കാരണം നമ്മൾ വാഷ് ചെയ്യുന്ന കല്ലൊക്കെ ഈ ഭാഗത്താണുള്ളത്.
സ്ഥിരമായിട്ട് വാഷ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആവുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരുപാട് തക്കാളി തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രോ ബാഗുകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇത്തവണ മഴ നേരത്തെ വന്നതുകൊണ്ട് മണ്ണൊന്നും അങ്ങോട്ട് മാറ്റി ഒന്നും സെറ്റാക്കി വെക്കാൻ പറ്റിയില്ല. അപ്പം ഇത്തവണ ഇനി വരുന്ന ഒരു ബാച്ച് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് കൃഷി ഉണ്ടാക്കണം. അതിന് ഗ്രോ ബാഗുകൾ വേണം, അതുപോലെ മണ്ണും വളങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഇലയുടെ മേലുണ്ടായിരുന്ന ഈ ഒരു പ്രാണിയുടെ അറ്റാക്ക് ഉണ്ടല്ലോ, അത് ഞാൻ വിനെഗറും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും യൂസ് ചെയ്തിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. വാഴയ്ക്ക് ഫ്രീ ആയിട്ട് വളരണം, നമ്മളെ കിണറിനെയും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ ഒരു വാഴ നട്ടതിന് ശേഷം ഇവിടെ കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറ്റാറുണ്ട് കേട്ടോ, കുറച്ചൊരു തണൽ കിട്ടും. ഈ ഒരു വാഴത്തിൻ്റെ ഇല എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ, അത് അത്രയും വലിപ്പമുണ്ട്, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പിടിച്ചിട്ട് അത് അങ്ങോട്ട് തന്നെ വിട്ടു. ആക്ച്വലി ഇത് കിണറിലേക്കാണ് താഴ്ന്ന് നിൽക്കുന്നത്. കുഴപ്പമില്ല, നമുക്കൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വല്ല അടയെങ്ങാനും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതൊരു പർപ്പസിന് വേണ്ടി ആവുമല്ലോ ആ ഇല പറിക്കുന്നത്. ഇപ്പം ഞാൻ പറിക്കുന്നതൊക്കെ ഞാൻ വേസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് അത് അവിടെ കിടന്നിട്ട് ഉണങ്ങി കത്തിക്കണം. പക്ഷെ മഴ പെയ്യുമ്പം ഈ ഉണങ്ങുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു മഴ ഇല്ലാത്ത ഗ്യാപ്പിൽ ചുറ്റും തടം തുറന്നിട്ട് ആ തടത്തിൻ്റെ ഉള്ളിൽ ഈ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് അടയ്ക്കണം. നമ്മളെ വാഴയ്ക്കൊക്കെ ഒരു കരുത്താകട്ടെ. കിണറിനോട് തൊട്ട് കിടക്കുന്നതിന് ഞാൻ അങ്ങനെ മാത്രമേ വളം ചെയ്യാറുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും ഇട്ട് കൊടുക്കാറില്ല. കാരണം കിണറിലേക്ക് അത് ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ബാധിക്കൊന്നുമില്ല ആക്ച്വലി, അത്രയും ലെയർ ഓഫ് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടൊക്കെ ഭൂമിയിൽ നിന്ന് വെള്ളം അങ്ങോട്ട് ഇറങ്ങുള്ളൂ. പക്ഷെ എന്നാലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. കിണറിനെ വിട്ട് മാറി കുറച്ച് നമുക്കുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നന്നായിട്ട് വളം ചെയ്യാം. ചെയ്യുന്ന വളം അതുപോലെ തന്നെ രാസവളങ്ങളൊന്നും വേറെ യൂസ് ചെയ്യാറൊന്നുമില്ല. അതിന് വേണ്ടുന്ന മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ കോഴിയുടെ വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ ഒരു പോർഷൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അതുപോലെ തന്നെ നമുക്കിവിടെ വീട് പണിയുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് വലിയൊരു ഈ കൈക്കോട്ട് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന അങ്ങനെ എല്ലാം കൂടെ വാഷ് ചെയ്യാൻ, പക്ഷികളുടെയൊക്കെ ഇത് ട്രേ ഒക്കെ ക്ലീൻ ചെയ്യാൻ വൺസ് നമ്മളെല്ലാം പുറത്ത് പോയി തട്ടി ക്ലീൻ ആക്കിയിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുപോയി ഇടാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാത്തിനും കൂടി വലിയൊരു ബേസിൻ വേണം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടാക്കി തന്നുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ പണിയായുധങ്ങളൊക്കെ മിനുക്കി എടുക്കാറുള്ളത്. എനിക്കിത് സൗകര്യം പോലെ അവിടെ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ മണ്ണൊക്കെ നമ്മുടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിടുക കേട്ടോ. എൻ്റെ സ്റ്റെറിലൈസേഷൻ സ്റ്റീമൊന്നും വെച്ചിട്ടല്ലേ, വെയിലത്ത് കൊണ്ടുപോയിടുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നന്നായിട്ട് ഞാൻ വെണ്ണീരിടുന്നുണ്ട്. വെണ്ണീരെന്ന് പറയുന്നത് നമ്മുടെ ചാരമാണ് കേട്ടോ. ചാരം ഇട്ടിട്ട് നല്ല വെയിലത്ത് അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഉള്ള ബാക്ടീരിയയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചാവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അതങ്ങനെ ഒരു 2-3 തവണ നമ്മൾ നന്നാക്കി ഉണക്കിയെടുക്കണം. അതും ഞാൻ എല്ലാ ഗ്രോ ബാഗും കൊണ്ടുപോയി ഇടുന്നില്ല, കാരണം എനിക്കത് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്റ്റോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അവിടെ അടച്ചു വെച്ചിട്ടുള്ള ആ ചട്ടിയിൽ ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്ത് ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുള്ള പോട്ടിംഗ് മിക്സാണ് കേട്ടോ. അത് പക്കാ പോട്ടിംഗ് മിക്സാണ്. അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് പോട്ടിംഗ് മിക്സ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ സെറ്റാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെയിൽ കിട്ടുമ്പം സോയിൽ ഉണക്കി അതിന് വേണ്ടുന്നതൊക്കെ ഇട്ട് കൊടുത്ത് കുമ്മായം അതുപോലെ തന്നെ വെണ്ണീര് പിന്നെ ചാണകപ്പൊടി അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്ത് ഓരോരോ തവണയായിട്ട് ഉണക്കി മാറ്റി സ്റ്റോക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു സോയിലൊക്കെ അത്യാവശ്യം സ്റ്റോൺ ഉള്ളതാണ് കേട്ടോ. ഇത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് പച്ചക്കറികൾക്ക് വേണ്ടിയിട്ടാണ്. പച്ചക്കറികൾ അതുപോലെ തന്നെ നമുക്ക് കാര്യമായിട്ട് ഒരു റീവർക്ക് ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി നട്ടതൊക്കെ വെണ്ടയൊക്കെ നല്ല ഹൈറ്റിലാണ് പോകുന്നത്. വെണ്ടയിൽ അത്ര ഹൈറ്റ് പോകണ്ട, അപ്പോൾ ഹൈറ്റ് കുറയ്ക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനെ വളം ചെയ്ത് കൊടുക്കണം. സോയിലൊക്കെ ഒരു സ്റ്റിക്കി സോയിലാണ് അതിലൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി അതിന് കുറച്ച് കൊക്കോപ്പീറ്റൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുക്കണം. അപ്പം ഓൾറെഡി ഉള്ള ചെടികൾക്ക് ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻ ചെയ്യാനുണ്ട്. അതുപോലെ പുതിയ ആളുകളെ തൈ മുളപ്പിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡിലേമയിലാണ് കേട്ടോ ഞാനും. അത് പെട്ടെന്ന് തന്നെ മുളപ്പിച്ച് തൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും മഴ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 ആഴ്ച പെയ്യാൻ. അപ്പോൾ പിന്നെ ആ തൈയും പോവും, എൻ്റെ കയ്യിലുള്ള ആ ഒരു ഹൈബ്രിഡ് വിത്തും പോവും. അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവും. അപ്പം നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം മഴയുടെ സ്റ്റാറ്റസ് എന്താണെന്ന്. അതിനനുസരിച്ച് നമുക്ക് ആ വീഡിയോ കാണിക്കാം. ഇരിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര ഹെക്ടിക് വെയിലാണ്. പിന്നെ ഓൾറെഡി എനിക്ക് കുറച്ച് വർക്ക് നല്ല രീതിയിൽ പെൻഡിങ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ അത്ര ഫാസ്റ്റായിട്ട് തീരുന്നില്ല. വേഗം ഇത് തീർത്തിട്ട് വേണം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. ഇനി നമ്മൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വാഴയുടെ കൊല ശരിക്കും കാണിച്ചു തരാം. പിന്നെ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു വീടുണ്ടാക്കിയ സമയത്ത് ഉണ്ടാക്കിയ ആ ഒരു ബേസിൻ ഭയങ്കര യൂസ്ഫുൾ ആണെന്ന്. അതും ജസ്റ്റ് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്.
ആ ഒരു ബേസിൽ നിങ്ങൾ ആരെങ്കിലും വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും കൂടെ അവിടെ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ 1-2 പേർക്ക് അടുക്കള ക്ലീൻ ആക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ കല്ലിൽ വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും വലിയ കല്ലാണ്. വേനൽക്കാലത്തും അതുപോലെ തന്നെ മഴ പെയ്ത് തോർന്നിട്ട് കിട്ടുന്ന വെയിലൊക്കെ ഞാൻ വലിയ ട്രേയിൽ പാത്രങ്ങളാക്കിയിട്ട് നല്ല വെയിലിൽ ആ കല്ലിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ആ കല്ല് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത് പഴയ സിസ്റ്റം തന്നെയാണ് കേട്ടോ. അത് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടൈമിനനുസരിച്ച് മാത്രമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഇതൊന്നും ചെയ്യാനുള്ള ടൈം പോലും ഉണ്ടാവില്ല. വർക്കിനനുസരിച്ച് മാത്രമാണ്. കാരണം നമ്മുടെ മെയിൻ പരിപാടി ഇതല്ലല്ലോ. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഇതോരോന്നും ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കല്ല്. ഈ കല്ലിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ, ഇത് വലിയതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു സ്പേസിൻ്റെ ഇവിടെ നമ്മൾ കഴുകുന്ന വെള്ളം പോകാനൊരു ടാങ്ക് വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ടാണ് പോവുക, ടാങ്കിലേക്കാണ് പോവുക. അത് കുറച്ച് ദൂരെയായിട്ടാണ്, ആ ഒരു കല്ലിൻ്റെ അപ്പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടത് ബാധിക്കുന്നേ ഇല്ല ഇങ്ങോട്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി നമുക്ക് വൃത്തിയാക്കിയെടുത്തതാണ്. ഇനി നമുക്കിവിടെ ഇത്തവണ നമുക്ക് വേറെ പച്ചക്കറികളൊക്കെ ഗ്രോ ബാഗിലാക്കിയിട്ട് ഇവിടെ നടണം. ഇതൊക്കെ മഴ കഴിഞ്ഞിട്ട് മാത്രമാണ് കേട്ടോ. ക്ലീനിങ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി നമുക്ക് വഴുതനയുണ്ട്. കോഴിക്കുട്ടന്മാരാണെങ്കിൽ നോക്കിയിരിക്കുന്നുണ്ട് എന്താ പരിപാടി എന്ന്. കുറേ ദിവസമായല്ലോ, മഴയായത് കാരണം ഈ വഴിക്കൊന്നും ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും വരാറില്ല. ഇതാണ് നമ്മുടെ വാഴക്കുല. ഈ വാഴ നമുക്ക് വീഴാതെ നോക്കുക എന്നുള്ളതും ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. കാരണം ഇവൻ കൊലച്ചത് ഞാൻ അറിഞ്ഞില്ല. നേരത്തെ അറിയുകയാണെങ്കിൽ റെഡിയാക്കായിരുന്നു. അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം. നമ്മളതൊക്കെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വെയിലുണ്ടായിരുന്നു. കുളിച്ച് വന്നപ്പോഴാണ് മുഖത്തൊക്കെ ഒരു എരിയുന്ന ഫീൽ ഉണ്ടായിരുന്നത് കേട്ടോ. കുഴപ്പമില്ല, നാളെ കുറച്ച് നേരത്തെ ഇറങ്ങാം. ഇന്ന് കുറച്ച് വൈകിപ്പോയി, ടൈം ഉണ്ടെങ്കിൽ. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി കുറേ അപ്ലോഡ് ചെയ്താണ്ട് കേട്ടോ കുറച്ചൊന്ന് ഡിലേ ആയത്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഔട്ട്ഡോറിലെ വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിനെ എങ്ങനെയെങ്കിലും കെയർ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ ഞാൻ കറിവേപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ കറിവേപ്പ് നട്ടിട്ട് പിടിക്കുന്നില്ല, വളരുന്നില്ല, അതുപോലെ ഇല ഡാമേജ് ആയി പോകും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ കറിവേപ്പ് മരം ആകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനോട് തന്നെ നല്ല അടിവളം ഇട്ട് കൊടുത്തിട്ട് വേണം തൈ നമ്മൾ പ്ലാന്റ് ചെയ്യാൻ. അതുപോലെ ആ ഭാഗത്ത് നമ്മൾ നടുന്ന സ്ഥലത്തെ മണ്ണ് കുറച്ച് ലൂസാക്കി കൊടുക്കണം വേരോട്ടം ഉണ്ടാകാൻ. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ പ്ലാന്റ് നന്നായി വളരും കേട്ടോ.